ഇത് കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാൻ നോക്കാം. ഈസി റെസിപ്പിയാണ്, ടേസ്റ്റ് ചെയ്യണം. കുമ്പളങ്ങ മുറിച്ചത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഇട്ടിരുന്നത്. ഇട്ടിട്ട് വേവിക്കാം, കുക്കറിൽ വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ, പച്ചമുളക്, ഇത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയാണ്. ഇത് കുമ്പളങ്ങ മാത്രമാണല്ലോ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി വെക്കുന്നത്, അപ്പോൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർത്തിട്ട് അരക്കലാണ്. ഇവിടെയൊക്കെ അങ്ങനെ വെക്കലുണ്ട്. ചിലർക്ക് ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. പുളിശ്ശേരിയിൽ അല്ലെങ്കിൽ മോരുകറിയിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇടുമെന്ന് ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും, ഒരു പ്രത്യേക അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ജീരകവും കൂടി ചേർക്കണം. നമുക്കിനി അത് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ചേർക്കാം. ഇതാ കുമ്പളങ്ങ നമ്മൾ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെള്ളമുണ്ട്, കുമ്പളങ്ങയുടെ വെള്ളമുണ്ട്, നമ്മൾ ചേർത്ത വെള്ളമുണ്ട്. പിന്നെ പുളിശ്ശേരിയാണ്, കാളനല്ലല്ലോ, പിന്നെ കുറച്ച് വെള്ളം വേണം. അരപ്പ് ചേർക്കാം. നമ്മൾ അരപ്പ് ചേർത്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പത പോലെ വരുമ്പോഴത്തേക്കും നമുക്ക് മോര് ചേർക്കാം. മോര് പുളിക്കനുസരിച്ചാണ് കേട്ടോ. ഇവിടെ പിന്നെ മോര് ഇത്തിരി കൂടുതൽ ചേർക്കണം, അതാണ് ഇഷ്ടം. പിന്നെ പുളിയും കുറവാ മോര്. കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ കുമ്പളങ്ങ പുളിശ്ശേരി, കുമ്പളങ്ങ മോരുകറി റെഡി. അതിലേക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടു, ഉലുവ, കടുകും മുളകും പൊട്ടിയിരുന്നു, ചുവന്ന മുളക്, ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി റെഡി. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ ആക്കി നോക്കാത്തൊരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.